ഓക്കെ, ഞാൻ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഇല്ലല്ലോ. ഇത് നമ്മളെ ജനറേറ്റീവ്, നമ്മളൊരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഒന്ന് നോക്കുവാണ്. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഷെയർ ചെയ്യുന്ന കാണാം അല്ലേ? നമ്മൾ ഒരു ട്രഡീഷണൽ എയും ജനറേറ്റീവ് എയും തമ്മിലുള്ള വ്യത്യാസം പറയുക. ട്രഡീഷണൽ എ ഫോക്കസ് ഓൺ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ. നമ്മൾ അതാണ് കണ്ടത് അല്ലേ? അല്ലേ? ഹലോ, കേൾക്കാമില്ലേ? അപ്പൊ അതേസമയം ജനറേറ്റീവ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് ട്രഡീഷണൽ എ ഫോക്കസിങ് ആ. ജനറേറ്റിംഗ് എയില് അത് ഒരു എൻറ്റയർലി ന്യൂ കണ്ടന്റ് ജനറേറ്റ് ചെയ്യും. അത് ടെക്സ്റ്റ് ആകാം, ഇമേജ് ആകാം, ഓഡിയോ ആകാം, വീഡിയോ ആകാം. അപ്പൊ പ്രഡിക്ഷനിൽ നിന്ന് ക്രിയേഷനിലേക്ക് നമ്മൾ കണ്ട 5 എക്സാമ്പിളിലും പ്രഡിക്ഷൻ ആയിരുന്നു അല്ലെ? ആ പ്രഡിക്ഷനിൽ നിന്ന് ക്രിയേഷനിലേക്ക് നമ്മള് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന, അപ്പൊ അതിനെയാണ് നമ്മൾ ജനറേറ്റ് എ എന്ന് പറയുന്നത്, ജെൻ എ. അപ്പൊ നമ്മളുടെ ആ പ്രഡിക്റ്റീവ് പാർട്ടിൻ്റെതും ജനറേറ്റീവ് എയിൻ്റെതും പറഞ്ഞു.
പിന്നെ ഇതിന്റെ ഒരു ഡെവലപ്പ് ചെയ്ത ഇയേഴ്സ് ആണ് റൂൾ ബേസ്ഡ് 1950s, പിന്നെ മെഷീൻ ലേണിംഗ് എമർജ് ചെയ്തു, പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ്, പിന്നെ ഡീപ്പ് ലേണിംഗ്, അവിടെ കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ NLP, സ്പീച്ച് റെക്കഗ്നീഷൻ ഒക്കെ വന്നു. ഇനി നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നത്, വാട്ട് റോൾ neural networks play in generative AI. Neural networks analyze patterns within data using interconnected nodes. അതിനെ ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ തിങ്കിങ്ങുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ആ ന്യൂറോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. They process information and enable a deep learning system to execute complex tasks. അവിടെ ലാംഗ്വേജ് മോഡലിംഗ്, ഇമേജ് റെക്കഗ്നീഷനും. പിന്നെ നമ്മൾ പറയുന്ന ഒരു ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ആണ് 2017. അത് text in parallel rather than sequentially. This innovation greatly improves the efficiency of language processing. ഇവിടെ നമ്മൾ ലാർജ് ലാംഗ്വേജ് മോഡൽ OpenAI ChatGPT പറഞ്ഞു. നമ്മൾ LLM എന്താന്ന് പറയാ? LLMs are advanced AI system trained on vast amounts of text data to understand and generate human-like language. അപ്പോ കണ്ടന്റ് ക്രിയേഷൻ, കസ്റ്റമർ സർവീസ് ചാറ്റ്ബോട്ട്, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് ചെയ്തു തരും ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ഇതില് മൾട്ടി മോഡൽ ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്. അത് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ്, ടെക്സ്റ്റ്, ഇമേജ്, അതർ മീഡിയ, ഔട്ട്പുട്ട് അക്രോസ് വേരിയസ് ഫോർമാറ്റ്സ്. ഇതിനകത്തൊരു GPU, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്, അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ആക്സിലറേറ്റ് AI മോഡൽ training and inference by processing multiple tasks simultaneously. Their parallel processing capabilities are crucial for handling the computational demands of Gen AI. അപ്പൊ ആ GPUs അത് ഹാർഡ്വെയർ ആക്സിലറേഷൻ നടന്നു. അപ്പൊ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. ഇതില് ഡേറ്റ എന്താണ് ക്രിട്ടിക്കൽ? ഡേറ്റ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് AI മോഡൽസ്. Generative AI system rely on massive data set to generate accurate, relevant and meaningful outputs. Enterprise സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത്, സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ധാരാളം ഡേറ്റാസ് എന്റർപ്രൈസിൽ ഉണ്ടാവും. അപ്പോൾ അത് ജനറേറ്റീവ് AIന്റെ വാല്യൂ ആണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് എന്റർപ്രൈസ് ഡേറ്റ ഈസ് അൺസ്ട്രക്ചേർഡ് ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ അൺസ്ട്രക്ചേർഡ് ആണ് ഏറ്റവും കൂടുതൽ. 80 to 90% ഓഫ് എന്റർപ്രൈസ് ഡേറ്റ ഈസ് അൺസ്ട്രക്ചേർഡ്. അത് ടെക്സ്റ്റ് ആകാം, ഓഡിയോ ആകാം, സോഷ്യൽ മീഡിയ കണ്ടന്റ് ആകാം. ഇത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ജനറേറ്റീവ് AI ആപ്ലിക്കേഷനെ സഹായിക്കും. ഇതില് ഒരു ടേമിംഗ് ഉണ്ട്, ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടി ഡേറ്റ സോഴ്സ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഡേറ്റ, ബിസിനസ് ട്രാൻസാക്ഷനിൽ കൂടെ കസ്റ്റമർ പർച്ചേസ് ഹിസ്റ്ററി അങ്ങനെയുള്ളത് ഫസ്റ്റ് പാർട്ടി ഡേറ്റ. പിന്നെ ഒരു ട്രസ്റ്റഡ് പാർട്ട്നേഴ്സിന്, സപ്ലയേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്നത് അത് സെക്കൻഡ് പാർട്ടി ഡേറ്റ.
പിന്നെ മറ്റു ചില ഓർഗനൈസേഷൻസ് നിന്ന് കിട്ടുന്നത് എക്സ്റ്റേണൽ ഡേറ്റ, അതിനെ നമ്മൾ തേർഡ് പാർട്ടി ഡേറ്റ എന്ന് പറയും. പിന്നെ LLM വെച്ചിട്ട് എന്റർപ്രൈസ് ആപ്ലിക്കേഷനിൽ ബെനിഫിറ്റ്സ് എന്താ? അപ്പോ ബ്ലോഗ് പോലെയുള്ളത്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കണ്ടന്റ് അത് ജനറേറ്റ് ചെയ്യും. കസ്റ്റമർ ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചാറ്റ് ബോട്ട്സ്, പിന്നെ ഡോക്യുമെന്റ് അനലൈസ് ചെയ്യും, നമ്മുടെ അൺസ്ട്രക്ചേർഡ് ഡേറ്റ അല്ലെങ്കിൽ ടെക്സ്റ്റ് അത് കൺവേർട്ട് ചെയ്യും, പിന്നെ ഇൻഫർമേഷൻ സമ്മറൈസ് ചെയ്യും, അതുവഴി ആ ഫങ്ഷണാലിറ്റീസ് എൻഹാൻസ് ചെയ്യും. LLMs use natural language understanding to comprehend complex textual data like reviews. നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്സ്ച്വൽ ഡേറ്റ LLMs മനസ്സിലാക്കാൻ പറ്റും. റിവ്യൂസ്, സർവേസ്, സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതുവഴി നമുക്ക് ഈ സെന്റിമെന്റ് അനാലിസിസ് അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ നമുക്കൊരു ഡീപ്പർ ഇൻസൈറ്റ് LLM പ്രൊവൈഡ് ചെയ്യും. LLMs use natural language understanding to comprehend complex textual data like reviews, surveys, and social media posts. This enables sentiment analysis and deeper insight into human communication. ഈ ലാംഗ്വേജ് ട്രാൻസ്ലേഷനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു? LLMs enable accurate and nuanced text translation. ഈ nuanced എന്ന് പറയുന്ന ചെറിയ ഏറ്റവും മൈന്യൂട്ട് ലെവലിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരു മീനിങ് ആണ് ആ nuanced എന്ന് പറയുമ്പോൾ. അപ്പൊ വളരെ കൃത്യതയോട് കൂടി ഏറ്റവും ചെറിയ മാറ്റങ്ങൾ പോലും ഉൾക്കൊള്ളുന്ന അങ്ങനെ ഒരു മീനിങ് ആണ് അവിടെ കിട്ടുന്നത്. ഫെസിലിറ്റേറ്റിംഗ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്സസിബിലിറ്റി അക്രോസ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. മുമ്പ് നമ്മുടെ മലയാളത്തിലെ ഭാഷയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകണമെങ്കിൽ ആ ഭാഷ പഠിക്കുകയും അത് വളരെ റിസർച്ച് ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ, ഇന്ന് അതൊന്നും അറിയാത്ത ഗൂഗിള് മലയാളത്തിന് ഭയങ്കര കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മളെ മാറ്റാൻ പറ്റും. നമ്മള് ഒരു ജർമ്മൻ ഗുണ്ടേഴ്സ് അല്ലെ, അങ്ങനെ എങ്ങാണ്ട് ഒരാളെ കേട്ടിട്ടില്ലേ? മലയാള ഭാഷയുടെ ഒരു ഏതോ വിദേശത്തു നിന്ന് വന്ന ഒരു പാതിരി മീൻസ് പ്രീസ്റ്റ്, അച്ഛൻ. ഇങ്ങനെ നിങ്ങളുടെ മലബാർ മേഖലയിൽ എവിടെയോ ആണ് പുള്ളി 10, 12, 15 വർഷം താമസിച്ച് പല വാക്കുകളും പഠിച്ച് അങ്ങനെ എങ്ങാണ്ട് ആ മലയാളത്തിന് ആദ്യത്തെ നിഘണ്ടു ഈ ജർമ്മൻ, ഇദ്ദേഹം ജർമ്മനാണെന്ന് തോന്നുന്നു, ജർമ്മൻകാരൻ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഒന്നും ഇല്ലാണ്ട് LLM ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെ ഒരാളെ താഴ്ന്ന സ്കൂൾ ക്ലാസ്സുകൾ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു ഗുണ്ടേർട്ടോ അങ്ങനെ ഒരാളെ മലയാള ഭാഷയുടെ അങ്ങനെ ഒരാളുണ്ട്. ആ ആള് ആണ് മലയാളത്തിന് അങ്ങനെ ഒരാളുണ്ട്. ഓക്കെ, മലയാളത്തിന് ഡിക്ഷണറി കൊടുത്തത് അങ്ങനെ എന്തോ. ആ പുള്ളി 10-15 വർഷം അതോ അതിലധികം വർഷം അങ്ങാണ്ടോ ഈസ് എ പ്രീസ്റ്റ്, ഈ ക്രിസ്ത്യൻ വൈദികന. കേരളത്തിന്റെ വടക്കൻ ഭാഗത്ത് എവിടെയോ ആയിരുന്നു, അങ്ങനെ തലശ്ശേരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറെ അധികം 10-20 വർഷമൊക്കെ പഠിച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുള്ള സംഭവം. ഇവിടെ നമ്മള് LLM enables accurate and nuanced text translation, facilitating global communication and accessibility across linguistic barriers. നമുക്ക് ആ ഗൂഗിൾ ഡേറ്റയുടെ കാര്യമൊക്കെ അറിയാമല്ലോ അല്ലെ. ഇപ്പോ
ഗൂഗിൾ മാപ്പിന്റെ ഡേറ്റ അങ്ങനെയുള്ളത് നമ്മളുടെ യൂസർ ലെവലിലുള്ള ഡേറ്റ അത് കളക്ട് ചെയ്തിട്ട് അത് ട്രാൻസ്ഫോംഡ് ആകുന്നുണ്ട്, കൂടുതൽ ആക്യുറേറ്റ് ആകുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ലാംഗ്വേജിന്റെ കാര്യത്തിലും ഒരു 3-4 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ലാംഗ്വേജ് അല്ല ഇന്ന് ഏതാണ്ട് 99.99 ആക്യുറസിയോട് കൂടി അതിന് തരാൻ പറ്റി. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ യൂസർ ഡേറ്റ അത് കളക്ട് ചെയ്യുന്നുണ്ട്, അത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ റൂട്ടിന്റെ കാര്യത്തിലും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാം അല്ലെ? കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? What is the importance of pre-trained models? Pre-trained models are foundational LLMs trained on large data sets, saving enterprise the effort of building model from scratch. അപ്പോ അത് ഫൈൻ ട്യൂൺ ചെയ്യും പ്രൊപ്രൈറ്ററി ഡേറ്റ ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ക്ലൗഡ് ഡേറ്റ പ്ലാറ്റ്ഫോം. എ ക്ലൗഡ് ഡേറ്റ പ്ലാറ്റ്ഫോം സെൻട്രലൈസ്ഡ് ഡേറ്റ സ്റ്റോറേജ്, governance and collaboration. It simplifies the integration of enterprise data with AI models, providing scalability, security and cost optimization. Scalable എന്നൊക്കെ പറഞ്ഞാൽ അറിയാം അല്ലെ? നമ്മുടെ റിക്വയർമെന്റ് മാറുമ്പോൾ അനുസരിച്ച് അത് ഫ്ലെക്സിബിൾ ആവും. അതാണ് സ്കെയിലബിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോ നമ്മൾ 100 പേരെ 200 പേർക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കിയതാണ്. ഒരു ഘട്ടത്തിൽ 500-1000 പേര് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്കെയിലബിൾ. നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ, ദ സിസ്റ്റം വിൽ അക്കോമഡേറ്റ് ആ പുതിയ റിക്വയർമെന്റ്സ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്കെയിലബിൾ ആണെന്ന് പറയും. നമുക്ക് കുറച്ചുകൂടെ വലിയ രീതിയിൽ അത് ഉണ്ടാക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കുറച്ച് മുറികളൊക്കെ ഉണ്ട്, അത് നമ്മൾ താമസിക്കുക. അപ്പോൾ വേറെ പുതിയതായിട്ട് വീട്ടിലുള്ള ആരെങ്കിലും കല്യാണം കഴിക്കുമോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് ആള് കൂടുകയാണെങ്കിൽ ആ വീട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് അവർ ഹൗസ് ഈസ് സ്കെയിലബിൾ. അപ്പൊ അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. സ്കെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്വയർമെന്റ് മാറുമ്പോഴും നമ്മുടെ സിസ്റ്റത്തിനെ അത് ബാധിക്കുന്നില്ല. ദാറ്റ് ഈസ് വൈ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് ജെൻ എ ഐ പ്രോജക്ട്. അത് ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ട്. ഡേറ്റ ഗവേണൻസ് സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ് ടു മിറ്റിഗേറ്റ് റിസ്ക് വൈൽ ഫോസ്റ്ററിംഗ് ഇന്നോവേഷൻ. ആ കംപ്ലൈൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ജനറേറ്റീവ് എയും എന്റർപ്രൈസ് ഡേറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഉള്ള ചലഞ്ചസ് എന്ത്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചലഞ്ച് സെക്യൂരിറ്റി തന്നെയാണെന്നാ തോന്നുന്നത്. ബാലൻസിങ് സെക്യൂരിറ്റി ആൻഡ് ഈസ് ഓഫ് ആക്സസ് ഇസ് എ കീ ചലഞ്ച്. ഈ ഈസ് ഓഫ് ആക്സസ് നമ്മൾ കൂട്ടുമ്പോൾ സെക്യൂരിറ്റി കുറയും, അല്ലെങ്കിൽ സെക്യൂരിറ്റി കൂട്ടുവാണെങ്കിൽ ഈസ് ഓഫ് ആക്സസ് കുറയും. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു, ആ പാസ്വേഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണമെന്ന് പറയുമ്പോഴേ ആ ഈസിനെസ് കുറച്ച് കുറഞ്ഞു. ലോഗിൻ ചെയ്യണമെന്ന് പറയുമ്പോഴേ ഈസിനെസ് കുറച്ച് കുറഞ്ഞു. പിന്നെ പല OTP ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈസിനെസ് കുറഞ്ഞു. ഇപ്പൊ സെക്യൂരിറ്റി കൂടുന്തോറും ഈസിനെസ് കുറയും. ഈസിനെസ് ഇപ്പൊ ലോഗിൻ തന്നെ ചോദിക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ആക്സസ്, പക്ഷെ അവിടെ സെക്യൂരിറ്റി ഇല്ലാണ്ടായി. അപ്പൊ അങ്ങനെ ഒരു പരസ്പര ബന്ധം അതിനുണ്ട്. എന്റർപ്രൈസ് നീഡ് ടു യൂണിഫൈ ഡേറ്റ ഗവേണൻസ് while allowing business users and developers to leverage data for innovation. അപ്പോ ഡേറ്റ ഗവേണൻസ് അതൊക്കെ യൂണിഫൈ ചെയ്യണം.
അങ്ങനെ നമുക്ക് ആ ഡേറ്റ ഫോർ ഇന്നോവേഷന് വേണ്ടി ലിവറേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു GPUന്റെ കാര്യം പറയുന്നുണ്ട്. ഹൗ ഡു GPU എൻഹാൻസ് ജനറേറ്റ് AI പെർഫോമൻസ്? GPU ഹാൻഡിൽ കമ്പ്യൂട്ടേഷണൽ ഇന്റൻസീവ് ടാസ്ക്. അതിന് ഉദാഹരണം പറയുന്നത് മെട്രിക്സ് ഓപ്പറേഷൻ. അത് CPUസിനെക്കാട്ടിലും ഭയങ്കര ഫാസ്റ്റ് ആണ്. അങ്ങനെ അത് ട്രെയിനിങ് റെഡ്യൂസ് ചെയ്യും, ഇൻഫറൻസ് ടൈം റെഡ്യൂസ് ചെയ്യും. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? നിഗമനം, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. അതിനാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ എത്താൻ ടൈം കുറവ് മതി എന്നാണ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും, ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റും. ഇംപ്രൂവിംഗ് ദി എഫിഷ്യൻസി ഓഫ് ജനറേറ്റീവ് AI മോഡൽസ്. പിന്നെ നമ്മൾ തേർഡ് പാർട്ടി ഡേറ്റയുടെ കാര്യം പറഞ്ഞു. അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കും. നമ്മൾ ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടി പറഞ്ഞില്ലേ. ഫസ്റ്റ് പാർട്ടി ഓർഗനൈസേഷൻ തന്നെ ജനറേറ്റ് ചെയ്യുന്ന, സെക്കൻഡ് പാർട്ടി അവരുടെ ട്രസ്റ്റിലുള്ള പാർട്ട്നേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരുടെ സപ്ലയേഴ്സ് ആകാം, ഇപ്പൊ മാനുഫാക്ചർ ആണെങ്കിൽ അവരുടെ ഡീലർ നെറ്റ്വർക്കിംഗ് ആകാം. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ വേറെ എക്സ്റ്റേണൽ ബോഡീസ് ആണ്. തേർഡ് പാർട്ടി ഡേറ്റ മാർക്കറ്റ് പ്ലേസ് ഓഫർ എക്സ്റ്റേണൽ ഡേറ്റ സെറ്റ്സ് ദാറ്റ് എൻറിച്ച് enterprise models, enabling more comprehensive AI solutions and better decision making. അപ്പോൾ ആ തേർഡ് പാർട്ടി ഡേറ്റ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അടുത്തത് ഏതൊക്കെയാണ് ജനറേറ്റീവ് AI ആപ്ലിക്കേഷൻ കൊണ്ട് ബെനിഫിറ്റ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, കസ്റ്റമർ സർവീസ്, എഡ്യൂക്കേഷൻ, ലിവറേജ് for content creation, personalized. What does augmenting LLMs with enterprise data? Augment ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പവർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ എന്റർപ്രൈസ് ഡേറ്റ കൊണ്ട് LLM-നെ ആഗ്യുമെന്റ് ചെയ്യാണ്. ഓഗ്മെന്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർ. This involves enhancing LLM capabilities by training them with enterprise specific data, making them അതിനെ മോർ റിലവന്റ് ആക്കും. നമ്മുടെ ബിസിനസ് നീഡിന് അനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. ഈ പലതും പറയുമ്പോൾ ഈ ട്രേഡ് ഓഫ് എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ CPU പവർ വേണമെങ്കിൽ കൂടുതൽ കാശ് മുടക്കാം, കുറവ് കാശ് മുടക്കിയാൽ കുറച്ച് CPU പവർ കിട്ടുള്ളൂ. അപ്പൊ ആ ലാഭനഷ്ടങ്ങളെയാണ് നമ്മൾ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ചില കാര്യം ചെയ്യാൻ കൂടുതൽ പൈസ വേണം, കുറച്ചോ പൈസ കൊടുക്കുന്നതിൽ കുറച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ലാഭത്തിനും നഷ്ടത്തിനും നമ്മൾ പറയുന്നത് ട്രേഡ് ഓഫ് എന്നാണ്. അപ്പൊ വൈൽ സെക്യൂർ സിസ്റ്റം പ്രൊട്ടക്ട് ഡേറ്റ, they can introduce constraints that slow innovation. അപ്പോൾ സെക്യൂരിറ്റി കൂടുമ്പോൾ സ്ലോ ആകും. അപ്പോ ഇവിടെ എന്റർപ്രൈസിന് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വേണം. അവിടെ ഒരു ബാലൻസിങ് വേണം. അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി കൂടുതൽ സെക്യൂരിറ്റിക്ക് പോയി കഴിയുമ്പോൾ ഈസി ആക്സസ് കുറയും, ചില ക്രിയേറ്റീവ് കാര്യങ്ങളിലൊക്കെ തടസ്സം ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു ബാലൻസിങ് വേണം, സെക്യൂർ ആക്കുക വേണം. പിന്നെ ഒരു യൂണിഫൈഡ് ഡേറ്റ ഗവേണൻസ് സിസ്റ്റം പറയുന്നുണ്ട്. അത് കൺസിസ്റ്റന്റ്, സെക്യൂർ ആൻഡ് എഫിഷ്യന്റ് ആക്സസ് ടു എന്റർപ്രൈസ് ഡേറ്റ, enabling effective collaboration and innovation across teams. അപ്പോ അതാണ് യൂണിഫൈഡ് ഏകീകൃതമായിട്ടുള്ള ഡേറ്റ ഗവേണൻസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു AI പ്രോജക്ട് ലൈഫ് സൈക്കിൾ ആക്സലറേറ്റ് ചെയ്യുന്നത്, ഓർഗനൈസേഷനെ കൂടുതൽ വേഗത്തിലാക്കുന്നത്. അപ്പോ നമ്മള് ക്ലൗഡ് ഡേറ്റ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നുണ്ട്. എന്റർപ്രൈസിന് ഡേറ്റ പ്രിപ്പറേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. മോഡൽ ഡിപ്ലോയ്മെന്റ് ഉണ്ട്.
സ്കെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ടൈമും കോസ്റ്റും ഡെവലപ്മെന്റിന്റെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ AI പ്രോജക്ട് ലൈഫ് സൈക്കിൾസ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റിയെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ why is generative AI considered transformative for business? അപ്പോ അത് ഡിസിഷൻ മേക്കിങ്ങിനെ എൻഹാൻസ് ചെയ്യും. പ്രൊഡക്ടിവിറ്റി കൂട്ടും, കസ്റ്റമർ എക്സ്പീരിയൻസ് നന്നാവും, ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഞാൻ ഇത് അടുത്ത ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്താണെന്നാണ്. അത് AI സിസ്റ്റമാണ്. വാസ്റ്റ് ഡേറ്റാബേസ് ഉപയോഗിക്കുകയാണ്. അത് ഹ്യൂമനിലേക്ക് ടെക്സ്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സമ്മറൈസേഷന്, ട്രാൻസ്ലേഷന്, സെന്റിമെന്റ് അനാലിസിസ് അതിൽ പോസിബിൾ ആണ്. LLMസിന്റെ 3 കാറ്റഗറി: ജനറൽ പർപ്പസ് LLMs, ടാസ്ക് സ്പെസിഫിക് LLMs, ഡൊമൈൻ സ്പെസിഫിക് LLMs. ജനറൽ പർപ്പസ് എന്ന് പറയുന്ന വൈഡ് റേഞ്ച് ഓഫ് ടാസ്ക്. സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ആണെങ്കിൽ, അതായത് കോഡ് ജനറേഷന് ഒക്കെ ആണെങ്കിൽ ടാസ്ക് സ്പെസിഫിക് LLMs ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോഡ് ജനറേഷൻ ഒക്കെ പോസിബിൾ ആണ് ടാസ്ക് സ്പെസിഫിക് LLMs. പിന്നെ ചിലത് ഡൊമൈൻ സ്പെസിഫിക് ആണ്. അവിടെ ഡൊമൈൻ ഉദ്ദേശിക്കുന്നത് ഫിനാൻസ് ആകാം. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ബയോമെഡിക്കലാണ്. അതാണ് അവിടെ ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡൊമൈൻ സ്പെസിഫിക് LLMസിന്റെ പ്രൈമറി ഫോക്കസ് എന്താ? അതൊരു സ്പെസിഫിക് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് ഹെൽത്ത് കെയർ ആകാം, ലോ ആകാം. അപ്പൊ അത് ഫൈൻ ട്യൂൺ ചെയ്യും ആ സ്പെഷ്യലൈസ്ഡ് ഡേറ്റ വെച്ച്. ജനറൽ പർപ്പസ് LLMs ഒരു എക്സാമ്പിൾ ആണ്. അത് മൾട്ടിപ്പിൾ ടാസ്കാ ചെയ്യുന്നത്. നമ്മള് GPT-3 അല്ലെ, GPT-3 എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് അല്ല. ജനറൽ പർപ്പസ് എല്ലാ യൂസ് ചെയ്യും. അപ്പൊ ആ ജനറൽ പർപ്പസിൻ്റെതാണ് നമ്മൾ പറയുന്നത്. സാധാരണ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ജനറൽ പർപ്പസും ഡൊമൈൻ സ്പെസിഫിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ജനറൽ പർപ്പസ് വൈഡ് വെറൈറ്റി ടാസ്ക് ചെയ്യുമ്പോൾ ഡൊമൈൻ സ്പെസിഫിക് ചില സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രീസിനോ സബ്ജക്റ്റിനോ വേണ്ടി മാത്രം ഉള്ളതായിരിക്കും. അത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തരും. അതാണ് ഡൊമൈൻ സ്പെസിഫിക്കും ജനറൽ പർപ്പസും തമ്മിലുള്ളത്. മൾട്ടി മോഡൽ പ്രോസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ആകാം, ഇമേജ് ആകാം, ഓഡിയോ ആകാം, span of multiple formats. നമ്മൾ GPT എന്താണെന്നാണ് പറയുന്നത്. അതൊരു ഫൗണ്ടേഷണൽ LLM ആണ്. ജനറേറ്റ് ചെയ്ത് OpenAI ആണ്. ഇറ്റ് യൂസസ് ട്രാൻസ്ഫോർമർ ആർക്കിടെക്ചർ, generate coherent contextually relevant text. നല്ല പരസ്പര ബന്ധമൊക്കെയുള്ള കണ്ടക്സ്റ്റിനനുസരിച്ചുള്ള രീതിയിലുള്ള റിലവന്റ് ടെക്സ്റ്റ് അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഈ LLMസിന്റെ ട്രെയിനിങ് ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് എന്താ? ഈ LLMന്റെ ഫൗണ്ടേഷൻ തന്നെ ട്രെയിനിങ് ഡേറ്റയാണ്. അത് ലാംഗ്വേജിന്റെ പാറ്റേൺ പഠിക്കും. അത് വെച്ച് സെമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാമർ, അതിന്റെ കണ്ടക്സ്റ്റ്, ഏത് കണ്ടക്സ്റ്റിലാണ്, ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞ്. പിന്നെ ഹൈ ക്വാളിറ്റി ആൻഡ് ഡൈവേഴ്സ് ഡേറ്റാ സെറ്റ്സ് ഇംപ്രൂവ്
മോഡൽ പെർഫോമൻസ്. ഉം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള ജനറൽ പർപ്പസ് LLMs GPT-3, GPT-4, ഗൂഗിളിന്റെ ബർട്ട്, എക്സൽ നെറ്റ്, ഇല്ല ലാമ, LLM